കേരളമെമ്പാടും നാളെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുക. നമുക്ക് കേരളത്തിലെ ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിലൊക്കെ തന്നെ കൃഷ്ണൻ്റെ വിവിധ രൂപങ്ങൾ കാണാൻ പറ്റും. ഞാനിവിടെ തന്നെ കുടനടക്കാവ് കുന്നംകുളങ്ങര വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്ന് ഏറ്റിരുന്നു. പല ചില ഔദ്യോഗിക കാര്യങ്ങളും മറ്റും ബന്ധപ്പെട്ടതുകൊണ്ട് എനിക്ക് അവിടേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതം ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരത്തിലും ക്രിയകളിലും നമ്മൾ ആകൃഷ്ടരാകാറുണ്ട്. ഗോപികന്മാരുടെ കാന്തനായും ശത്രു കംസന്റെ അന്തകനായും അതുപോലെ ഗോവർദ്ധന പർവ്വതം ഉദ്ധാരണം ചെയ്തിരിക്കുന്ന ഭഗവാനായും ആപൽ രക്ഷകനായും അങ്ങനെ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നെ ഏറെ ഇതിലൊക്കെ ആകർഷിച്ച പോലെ ഏറെ ആകർഷിക്കപ്പെട്ടിരിക്കുന്നത് ഭഗവാൻ കുരുക്ഷേത്രത്തിൽ വെച്ചിട്ട് അർജുനന് നൽകുന്ന ഉപദേശമാണ്. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഏതൊരു ഘട്ടത്തിലും പല ഘട്ടങ്ങളിലായിട്ട് ഏതൊരു വ്യക്തിക്ക് ഉണ്ടാകാവുന്ന ചില ആശങ്കകളും അല്ലെങ്കിൽ ചില പ്രയാസങ്ങളും ഒരു മാനസികമായിരിക്കുന്ന വീഴ്ചയൊക്കെ ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് ഉയർത്തെഴുന്നേൽപ്പിനുള്ള ഒരു മന്ത്രമായിട്ടാണ് ഭഗവത്ഗീത നമുക്ക് കാണാൻ പറ്റും. ഭഗവാൻ കൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധത്തിന് എല്ലാവരും ഒരുങ്ങി നിൽക്കുമ്പോൾ ഒരു വശത്ത് കൗരവരും മറുവശത്ത് പാണ്ഡവരും ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും പ്രധാനിയായ വില്ലാളി വീരനായിരിക്കുന്ന അർജുനൻ ഗാണ്ഡീവം താഴെ വെച്ച് എനിക്കിനി യുദ്ധം ചെയ്യാൻ പറ്റില്ല, എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല, എൻ്റെ ആത്മബന്ധുക്കളായവരോട് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗാണ്ഡീവം താഴെ വെച്ച് തലകുനിച്ചിരിക്കുന്ന വില്ലാളി വീരനെ നോക്കി അദ്ദേഹത്തിൽ ആത്മവിശ്വാസം വളർത്തിയെടുത്ത്, അദ്ദേഹത്തിൽ കർമ്മധീരത വളർത്തിയെടുത്ത്, ജീവിതത്തിൻ്റെ നാനാ തത്വങ്ങളെക്കുറിച്ചിട്ട് വിവിധ മരണത്തെയും ജീവിതത്തെയും കുറിച്ചിട്ടും ജീവിതത്തിൻ്റെ അർത്ഥശാസ്ത്രത്തെക്കുറിച്ചിട്ടുമൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അപൂർവമായിരിക്കുന്ന ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു സൈക്കോളജിക്കൽ ബുക്ക് എന്ന് പറയാവുന്നതായിരിക്കും ഭഗവത്ഗീത എന്ന് പറഞ്ഞു. ഞാനതിൻ്റെ 700 ശ്ലോകങ്ങളിൽ പലപ്പോഴായിട്ട് കടന്നു പോകാറുണ്ട്. പക്ഷെ എന്നെ ഏറെ ആകർഷിച്ചു, ഒരുപക്ഷെ ലോകത്തിലെ ഒരുപാട് ആളുകൾ ആകർഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാവുന്നത് 6-ാം അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകമായിരിക്കുന്ന ഉദ്ധരാത്മാനം നാത്മാനം അവസാദയെ ആത്മൈവ ആത്മനോ ബന്ധുർ ആത്മൈവ രുപുരാത്മനാം എന്ന് പറയുന്ന ഒരു 4 വരി ശ്ലോകമുണ്ട്. ലെറ്റ് എ മാൻ ലിഫ്റ്റ് ഹിംസെൽഫ് ബൈ ഹിസ് ഓൺ സെൽഫ്, ലെറ്റ് ഹിം നോട്ട് ലോവർ ഹിംസെൽഫ്, ബിക്കോസ് ദ ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് വൺ സെൽഫ് ഈസ് ഹിസ് ഓൺ സെൽഫ് ആൻഡ് ദ വേഴ്സ്റ്റ് എനിമി ടു എന്ന് ഇംഗ്ലീഷിൽ അതിനെ വളരെ മനോഹരമായിട്ട് നമ്മുടെ ചിന്മയാനന്ദ സ്വാമികൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഒരാളെ ഉയർത്തുന്നതും ജീവിതത്തിൻ്റെ ഏറ്റവും ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യമെന്ന് പറഞ്ഞത് ഓരോരുത്തരും തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു ലോവർ സെൽഫ്, ഒരു താഴെ നിൽക്കുന്ന ഏറ്റവും നമ്മളെന്തിനേയും പുറകോട്ട് വലിക്കുന്ന ഒരുപക്ഷെ അധമത്വത്തിൻ്റേതായിരിക്കുന്ന ലക്ഷണമുള്ള ഒരു സെൽഫും ഉത്തമത്വത്തിൻ്റേതായിരിക്കുന്ന ഒരു ഹയർ സെൽഫും ഉന്നതമായിരിക്കുന്ന ഒരു സ്വരൂപമുള്ള ഒരു വ്യക്തിയാണ് ഓരോരുത്തരെന്നാണ് കരുതപ്പെടുന്നത്. മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞത് മതപരമായതായാലും വിദ്യാഭ്യാസമായിരുന്നാലും അല്ലാത്തതായ വിദ്യാഭ്യാസമായിരുന്നാലും ജീവിതാനുഭവങ്ങളൊക്കെ ഈ താഴെ തട്ടിൽ നിന്നും ലോവർ സെൽഫിൽ നിന്നും ഹയർ സെൽഫിലേക്ക് ഒരാളെ ഉയർത്തിയെഴുന്നേൽക്കുക എന്നുള്ളതാണ്. ആ ഉയർത്തെഴുന്നേൽപ്പിക്കലാണ് ഒരു ജീവിതത്തിൻ്റെ യാത്ര എന്ന് പറഞ്ഞത്. എങ്ങനെ നമ്മൾ ഏറ്റവും പരമമായിരിക്കുന്ന സത്വത്തിലേക്ക്, ആ പരമമായ സത്വം തന്നെയാണ് ഒരുപക്ഷെ ദൈവികമായിരിക്കുന്ന സത്വമെന്നും അറിയപ്പെടുന്നു. അതുകൊണ്ടാണ് ഭാരതീയ തത്വശാസ്ത്രത്തിൽ പറയുന്നത് നിങ്ങൾ അന്വേഷിക്കുന്നവൻ ആരാണോ അത് നിങ്ങൾ തന്നെയാണ്. അതായത് ഒരു മനുഷ്യനോ നമ്മൾ ശബരിമലയിലേക്കൊക്കെ നിങ്ങൾ ഒത്തിരി പേര് ശബരിമലയിലെല്ലാം പോകുന്നവരാണ്, ശബരിമല ഭക്തന്മാരാണ്. ശബരിമലയിലെ 41 ദിവസത്തെ തീർത്ഥാടനം കഴിഞ്ഞ് നമ്മൾ 18 പടി കഴിഞ്ഞ് കയറി മുകളിലോട്ട് എത്തുമ്പോൾ ആ തിക്കും തിരക്കിലും ഒരു അനൗൺസ്മെൻറ്റ് നമ്മൾ കേൾക്കാറുണ്ട്. അതായത് നിങ്ങൾ അന്വേഷിക്കുന്നവൻ ആരാണോ അത് നിങ്ങൾ തന്നെയാണെന്ന് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്ന, നമ്മുടെ മുമ്പിൽ അവിടെ എഴുതി വച്ചിരിക്കുന്ന തത്വമസി എന്നുള്ളൊരു വാക്യമുണ്ട്. അതായത് നമ്മളിൽ ഏറ്റവും യഥാർത്ഥമായ ദൈവത്തെയാണ് നമ്മൾ അന്വേഷിക്കുന്ന, ആ ദൈവം നമ്മളിൽ തന്നെ ഉണ്ടെന്നുള്ള ഒരു തത്വമാണ് ഈ പറഞ്ഞ ലോവർ സെൽഫിൽ നിന്നും ഈ ദൈവീകമായിരിക്കുന്ന കണത്തിലേക്കുള്ള ഉയർത്തൽ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞത് അവനവൻ്റെ
ദ ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് വൺ സെൽഫ് ഈസ് വൺ സെൽഫ് ആൻഡ് ദ വേഴ്സ്റ്റ് എനിമി ടു എന്ന്. അവനവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഏറ്റവും അടുത്ത ശത്രുവും എന്ന് പറയുന്നത് അവനവൻ തന്നെയാണ് എന്നുള്ളതാണ്. നമ്മളൊരു പക്ഷേ നാനാ സ്ഥലങ്ങളിലും അന്വേഷിക്കും. നമ്മളെ ദുരവസ്ഥയ്ക്കുള്ള കാരണം, നമ്മളെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾക്കുള്ള കാരണം, നമ്മളെ മനസ്സിന് സ്വസ്ഥതയില്ലാത്തതിൻ്റെ കാരണം, പലതിനും നമ്മൾ പലരെയും അന്വേഷിക്കാറുണ്ട്. പക്ഷേ ഭഗവാൻ പറയുന്ന ഒരു കാര്യം, അതിനൊന്നും വേറെ പുറത്ത് അന്വേഷിക്കേണ്ടതില്ല. നമ്മളിൽ തന്നെയാണ് ഏറ്റവും വലിയ നമ്മുടെ ശത്രുവും മിത്രവും കിടക്കുന്നതെന്ന്. നമ്മളെ മിത്രത്തെ കണ്ടെത്തുക എന്നുള്ളത്, നമ്മുടെ മനസ്സിലാണ് ഈ ശത്രുവെയും മിത്രത്തെയും സൃഷ്ടിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അത് വീടിൻ്റെ അകത്തായിരുന്നാലും വീടിൻ്റെ പുറത്തായിരുന്നാലും രാജ്യത്തിൻ്റെ അകത്തായിരുന്നാലും രാജ്യത്തിന് പുറത്തായിരുന്നാലും ഈ ശത്രുവിനെ സൃഷ്ടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഒരു എൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്. ആ മനസ്സിനെ പരിപോഷിപ്പിച്ച് ഏതൊരു മതശാസ്ത്രവും മതചിന്തകളും ആത്മീയ ചിന്തകളും ഭക്തിയും അല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന ഉത്തമ ചിന്തകളിലേക്ക് നയിക്കപ്പെടേണ്ടതാണ്. ആ ഉത്തമ ചിന്തകളിലേക്ക് നമ്മൾ നയിക്കപ്പെടുമ്പോഴാണ് ശരിക്കും നമ്മൾ ദൈവിക കണം നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ജന്മത്തോടു കൂടി തന്നെ നമ്മളെ കൂടെ വന്നിരിക്കുന്ന ഇൻ്റഗ്രൽ പാർട്ടായിരിക്കുന്ന ഡിവൈൻ എൻറ്റിറ്റി എന്ന് പറഞ്ഞത് നമുക്ക് ഉണർത്തിയെടുക്കാൻ പറ്റും. ഓരോരുത്തരിലും അതുണ്ട് എന്നുള്ളതാണ്, ഒരു വ്യക്തിയിൽ മാത്രമല്ല, എല്ലാവരിലും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന നമ്മളെ ആത്യന്തികമായ ജീവിതയാത്ര, ഈ തത്വമസി തിരിച്ചറിയുക എന്നുള്ളത്, നമ്മൾ തന്നെയാണ് നമ്മൾ അന്വേഷിക്കുന്ന ഈ ദൈവികമായ സത്യം, ബ്രഹ്മമാണ്. ആ ബ്രഹ്മം നമ്മൾ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവാണ്. അങ്ങനെ ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏറ്റവും വലിയ മഹത്തരമായ നിരവധി ഉപദേശങ്ങളിൽ ഏറ്റവും മഹത്തരമായി നമുക്ക് കണക്കാക്കാവുന്നത് ഈ പറയുന്ന 16ാമത്തെ ചാപ്റ്ററിലെ 5ാമത്തെ ശ്ലോകമായതാണ്. ഈ ഭഗവാന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ, ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്ന വേളയിൽ ആ ഒരു മഹത്തായ ജീവിതത്തെ, അതിൽ മതത്തിൻ്റെതായി പറയുന്നത് ഇന്ന മതമെന്നോ ഹിന്ദു മതമെന്നോ ക്രിസ്തു മതമോ മുസ്ലിം മതമെന്നോ ഒന്നും പറയുന്നു. മനുഷ്യൻ എന്ന് പറയുന്ന ആളുടെ ഉയർച്ചയ്ക്കുള്ള ഒരു മന്ത്രമാണ് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിലൂടെ നൽകിയിരിക്കുന്നത്. അതിലേറ്റവും മഹത്തരായിരിക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ശ്ലോകം. ഇതിനെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മളുടെ ശത്രു എന്ന് പറഞ്ഞതും നമ്മളെ മിത്രമെന്ന് പറഞ്ഞതും നമ്മളുടെ നന്മ എന്ന് പറഞ്ഞതും നമ്മുടെ തിന്മ എന്ന് പറഞ്ഞതും നമ്മുടെ ജീവിതത്തിൻ്റെ സുഖമെന്ന് പറഞ്ഞതും ദുഃഖമെന്ന് പറഞ്ഞതെല്ലാം അതിൻ്റെ സൃഷ്ടാവെന്ന് പറഞ്ഞത് നമ്മൾ തന്നെയാണെന്നുള്ള തിരിച്ചറിവിലൂടെ ആ ദുഃഖങ്ങളെ അകറ്റുന്ന രീതിയിൽ, ആ ശത്രുവിനെ അകറ്റുന്ന രീതിയിൽ ഒരു നല്ല മനുഷ്യരായി തീരുകയും അതിലൂടെ മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും ആത്യന്തിക സത്വമായിരിക്കുന്ന ദൈവഗണത്തെ ഉണർത്തിയെടുക്കാനും നമുക്ക് കഴിയുമാറാട്ടെ എന്നുള്ള അതിനുള്ള ഒരു പ്രാർത്ഥനയായി, അതിനുള്ള ഒരു പരിശ്രമത്തിനായി ഈ ശ്രീകൃഷ്ണ ജയന്തി നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റാത്തതിലുള്ള എൻ്റെ വിഷമം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്.